ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ എന്താ കളിക്കാൻ പോകുന്നത്? ഞാൻ വീണ്ടും വന്നിട്ട് കണ്ട ഗായ്സ്, ഇവൻ നല്ല ഡ്രസ്സ് ഞാൻ കണ്ട പൊട്ട ഡ്രസ്സ് സാധാ ഇവൻ കിട്ടുന്നില്ല ഗൈസ്. അയ്യോ ഇതാണ് പോയിട്ട് കളിക്കാൻ. അപ്പൊ ഏത് എവിടെ കയറും? ഇതിനുള്ളിൽ കയറിക്കും. ഈസി വേണോ, മീഡിയം വേണോ, ഹാർഡ് വേണോ, നയിക്കുന്നത് നമ്മൾ ഇനി കേറിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മള് കക്കാൻ വേണ്ടി എത്തിരിക്കുകയാണ്. ഹെൻമാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായാലും കഴിക്കും. അപ്പൊ നമുക്ക് നമ്മളിവിടെ നമ്മൾ ചില്ലോട്ട് ചെയ്യണല്ലോ. നമ്മളെ എൻട്രി സത്തേ ഒളിച്ചു അറിയില്ലെങ്കിലേ പഠിച്ചിട്ട് വരണം. ഇത് പഠിക്കാതെ വന്ന് ഇങ്ങനെ ആയിരിക്കും. അയാൾ പോയാ മുട്ട പോയി കഴിയാത്തവർ ഇങ്ങനെ ഇരിക്കും എന്നെ പോലെ. ബുദ്ധിയാത്തവർ ഇങ്ങനെ നടക്കും. ഞാനിവിടെ ടി വി അടിച്ചു മാറ്റാണ്. ഞങ്ങൾ ഈ ടി വിയും സാധനങ്ങളൊക്കെ ഗിവ് അവേ ചെയ്യുന്നതാണ്. ഈ ടി വി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്താൽ ഈ സാധനം തരില്ല. തരും. നിങ്ങൾക്ക് കക്കൂസ് വേണോ? നല്ല ഒന്നാന്തര കക്കൂസ് അവനെ ഇവിടുത്തെ ഇവിടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ഈ പൊട്ട ഫോട്ടോ നമുക്ക് എടുക്കാം. പൊട്ട ഫോട്ടോ അത് മര്യാദക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടോർച്ച് നമുക്ക് എടുക്കണം. അവനെ തലക്കടിച്ച് നമ്മുടെ പിന്നീട് നിന്റെ റൂമിക്ക് വേണ്ടി ഓടിക്കും. അതെങ്ങനെ സാധനത്തില് ഞാൻ കളഞ്ഞു. ഹാക്കറും തങ്ങുന്നല്ല ഞാൻ. എനിക്കൊരു വാഷിംഗ് മെഷീൻ 1K വാഷിംഗ് മെഷീൻ ഇവിടത്തെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്ക് വട്ട് നോക്ക്. വാണ്ടിഡ് ഡെഡ് ഓർ അല്ലേ ഇത്? ചത്താലും ചത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചത്തിട്ടാലും തന്നാൽ കുഴപ്പമില്ല. നമുക്ക് 2000 എത്ര രൂപ? 20,000 രൂപ കിട്ടുന്നു. ഞാൻ ചത്തു. നോക്ക് ഇവ ഒന്നാം കൊല്ലും. ഞാൻ എന്തായാലും കൊല്ലും. പോടാ, നീ തന്റെ വീട്. വേഗം എടുക്കണല്ല. അയ്യോ ആ സാധനം പണ്ടാണ്. ഈ സാധനം എടുക്ക്. അയ്യോ പോലീസ് വരാണെങ്കിൽ നമ്മൾ ഓടണം. ഞാനെന്തോന്നും കക്കാത്തത് ഞാനോട്ടാ വരാൻ തോന്നുന്നു. ബാത്റൂമിലത്തെ കക്കൂസ് ഇല്ലല്ലോ. പിന്നെ ബാത്റൂമിലെ റൂമിലുണ്ടേ കക്കൂസ് വെച്ചാൽ മതി. സോറി ബ്രോ. അയ്യോ ഈ പിക്ചർ ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണോ ഏതോ ഒരു വീഡിയോയില് പോയി പണി നോക്കാൻ അവനോട് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനാരായാലും ഞങ്ങളൊന്ന് കാണണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ട കണ്ടാ ശരിയാവില്ല. ഇനി കണ്ട എന്തായാലും കണ്ട ശരിയാവും. ഞാൻ വാഷിംഗ് മെഷീൻ ഇത് വാഷിംഗ് മെഷീനാണോ? നന്നായി നിനക്ക് അതന്നെ വേണം. എന്താ ചുമന്ന പോലീസ്. അയ്യോ ഞാനോ വേഗം ഓടട്ടെ, എന്നെയും കൊല്ലും. ഇതെന്ന് വെച്ചത് എനിക്ക് നിന്റെ ബാഗ് എടുത്തിട്ട് പോവാ. എനിക്ക് നിന്നൊന്നും വേണ്ട.
ഇത് പോവാം വിൽക്കല്ലേ എനിക്കിൻ്റെ എടുക്കാൻ പറ്റാതെ നിന്റെ ബാഗ് നീ എടുക്കണം ഓ മനസ്സിലായി എൻ്റെ എഴുതിയ ബാഗ് കൊണ്ട് വെച്ചാൽ എനിക്ക് നിന്റെ ബാഗ് ബാഗ് എടുത്ത് വയ്ക്കുക എത്ര ശതമാനം 83 ശതമാനം അമർത്തി പിടിച്ചോളൂ ആ മത്തിയല്ല അവിടെ ക്യാമറ ഇട്ടാ ബ്രോ ഇങ്ങനെ അവിടെ ഇത് വെയിറ്റ് ആണ് ചോളാൻ പറ്റാത്ത 2 മിനിറ്റ് കൂടി എൻ്റെ ബാഗ് കൂടി എടുത്തോണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞു എത്ര ശതമാനമായി 83 കുഴപ്പമില്ല നമുക്ക് നമുക്ക് ഞാൻ ഈ ന്യൂബായ കാരണം ഞാൻ കുറച്ച് ബാഗിലൊന്നും വരുമോന്നേ ആ പോലീസ് ഇവിടെ കാണിക്കണ്ടല്ലോ എന്ത് ബാഗാ എനിക്ക് തോന്നേ ഇന്നിപ്പോ പിടിക്കുന്നു ഏടെ ടൈമില്ലേ വേഗം എസ്കേപ്പ് ആവട്ടെ കാരണം നോക്കോ ഞാൻ ഡാൻസ് കളിച്ചിട്ട് പോണല്ലോ വീട്ടിൽ ഡാൻസ് കളിക്കാം വണ്ടിയിൽ കയറിക്കോ മരിക്ക് വണ്ടി ഡാൻസ് കളിക്കുന്നുണ്ട് മതി ഡാൻസ് കളിച്ചാൽ മതി ചത്ത കഴിഞ്ഞെന്ത് ചെയ്യും ചക്കടാ ഇതെങ്ങനെയാ പോവാ അയ്യേ ഞാൻ ഉപയോഗിപ്പോയി ഇവൻ ഇന്നലെ ഞാൻ ന്യൂബ് ഇവൻ ന്യൂബ് എല്ലാം ന്യൂബ് ഈ ബാഗിൽ എന്ത് വയ്ക്കാം തേങ്ങ വയ്ക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത വർഷം അല്ല ഇനി വേറെ ഗെയിം നോക്കാം അല്ലേ ഓക്കെ അല്ലോ നമ്മൾ വേറെ ഗെയിമായിട്ട് വന്നിട്ടുണ്ട് അല്ല ഗൈസ് ഞാനിപ്പോ നോക്കി എന്റെ തലയുടെ മുകളിലാണ് ബസ് കണ്ടോ അതാണ് സത്യമാണ് പൊക്കി പിടിച്ചിരിക്കാണ് അല്ലേ എൻ്റെ ഉണ്ട് ബസ്സല്ല എൻ്റെ ബസ് അതാണ് എൻ്റെ ബസ് എവിടെ നടക്കുക ഇതെങ്കിലും ഓടിക്കാറിയോ എനിക്ക് ഓടിക്കാറില്ല ഓ കിട്ടി ഗൈസ് കിട്ടി ബസ് കിട്ടി ഗൈസ് ബസ് കിട്ടി അങ്ങോട്ട് കൊണ്ടുവരിക പടയപ്പ അങ്ങോട്ട് വാ പടയപ്പന് ഞാൻ അങ്ങനെ നമ്മളെ കൂട്ടുകാരനെ കൊല്ലാൻ പോവുകയാണ് എല്ലാവരും കണ്ടിയാണ് നമ്മളെ അവസാനം നീ എന്റെ ബസ് കണ്ടോ അയ്യേ പേട്ട ബസ് കയറിയിരിക്കുന്നുണ്ടായി ഇതെന്താ അങ്ങാന്നറിയോ അല്ല സീൻ വളച്ചെടുക്കണ്ട ബൈ ജീവൻ ബായ് ബായോ എന്റെ പിന്നാലെ വാ എന്റെ നോക്കണ സസ്പെൻഷൻ താഴ്ത്താൻ പറ്റും അപ്പൊ എന്റെ നോക്കിയേ പിന്നെ ഞാൻ ഈ ബസ് എന്താണ് ഇറങ്ങാന്നറിയോ ഈ ബസ് എന്താണ് ഇറങ്ങാ അയ്യോ എടാ സസ്പെൻഷൻ അല്ല അത് ഗിയറാണ് പൊട്ടും എന്റെ വണ്ടിയിൽ വന്ന് കയറും എന്റെ വണ്ടിയിൽ മുകളിൽ കയറാൻ പറ്റുമോ റെഡ് വലുത് ഡബിൾ ടക്കർ എന്നെ കേറ്റാതെ പോണു ഗൈസ് അയ്യോ ഗൈസ് ഇവൻ വണ്ടിയിൽ കയറിയപ്പോ വണ്ടിയിൽ കയറി ആ ഇരുന്നു ഗൈസ് ഞാൻ ഇരുന്നു ഇവൻ വണ്ടിയിൽ കയറിയപ്പോ ജാതി കൊടുക്കുന്നു ഞാനേ കാർ എടുത്ത് വരാം ഞാനും അതിനെ ഉദ്ദേശിച്ചു ഞാനേ നല്ല വില കയറിയതോ മാസ്ഡ ഡെലീറ്റ് എവിടെ ട്രക്ക് എടുത്താലാ നമുക്ക് ട്രക്ക് ഇവിടെ കാർ എടുക്കാല്ലേ ഏത് കാർ എടുക്കും ടൊയോട്ട എനിക്ക് ഇഷ്ടമല്ല BMW ആണോ BM ഓൺലി നിസാൻ ഉണ്ടോ നീ എവിടെയാ നിൽക്കണേ ഞാനിപ്പോ വരാൻ പറ്റും ഞാൻ ചെറുതായിട്ടൊന്ന് ചത്തായിരുന്നു ബഗ് കിട്ടി ഗൈസ് ഈ ഗെയിമിൽ ജാതി ബഗ് ഞമ്മ എടുക്കാൻ പോണ ഏതാണ് നിസാൻ എടുക്കും നിസാൻ അയ്യേ ഇത് നിസാനാന്നപ്പോ എന്തെന്താ കാര്യം അയ്യേ എനിക്ക് സ്പീഡ് ജാതി ബഗ് ഫോണിന്റെ പേട്ട വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ കണ്ട് എല്ലാ വണ്ടി എടുക്കും അവൻ വീണ്ടും വന്നിരുന്നല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര ബഗ്ഗായിരുന്നു എന്റെ തലയുടെ മുകളിലൊക്കെ വണ്ടി ഇവറ്റങ്ങൾക്കൊന്നും വണ്ടി ഓടിക്കാറില്ല ഇന്നോവ ഒന്നും പറ്റിയ ആ ഗെയിം ഭയങ്കര ബഗ്ഗായിരുന്നു ഗൈസ് അതുകൊണ്ട് നമ്മള് പാർക്കർ സ്പൈറൽ എടുത്തേക്കാണ് ഈ പാർക്കർ നമുക്ക് നോക്കാം മഞ്ഞ ഓറഞ്ച് ഓറഞ്ച് ഇതാണ് ഞാൻ ഗൈസ് ഞാൻ പോവാണ് ഇവൻ ഒറ്റയ്ക്ക് ഇനി കളിക്കും എനിക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകണ ഒരു സ്ഥലത്തേക്ക് സോറി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ പതുക്കെ വന്നാൽ മതി ഞാൻ മേലുണ്ടാവും അങ്ങനെ ഞാൻ പതുക്കെ അങ്ങനെ പോവാണ് നമ്മളങ്ങനെ പതുക്കെ പോവാണ് പാർക്കർ ചെയ്തിട്ട് എത്ര കംപ്ലീറ്റ് ആക്കണം നോക്കാം
ഇത് ഈസിയാണ്. നമ്മൾ ചാടി ആദ്യത്തെ ചെക്ക് പോയിന്റ് എത്തി. ഇങ്ങനെ ചാടാന്ന് പറയണ വഴി ഇവിടെ നിന്ന് നേരെ വന്ന് ഇങ്ങനെ ഒറ്റച്ചാട്ടം. കാരണം അവിടെ ഉദ്ദേശിക്കണം. പക്ഷെ നമുക്ക് എന്തോ ട്രെയിനോ ആരെന്നോ എന്തോ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യാന്ന് അറിയില്ല. വെയിറ്റ് ഞാൻ ഇതിൻ്റെ മേലെ കയറിയിട്ടാണ് ചാടണമെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചാടണം. വാവും അങ്ങനെയാണ് കണ്ടത്. ഇത് മനസ്സിലായിണ്ടായി. ഓക്കെ, അങ്ങനെ അടുത്ത പാർക്കോ ചെയ്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എത്തുന്ന പ്രതീക്ഷിക്കുക. അയ്യോ ഓരോരോ കയറുന്നുണ്ട്. നമ്മളെ പെട്ടെന്ന് കയറുമ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അങ്ങനെ ഈ വഴിയൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ അയ്യോ മണ്ടത്താൻ കാണിച്ച്. ഓക്കെ, പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്ത ചെക്ക് പോയിന്റ് എവിടെയാണ്? എവിടെയായിരിക്കും ചെക്ക് പോയിന്റ്? നമ്മുടെ ചെക്ക് പോയിന്റ് അയ്യോ ഞാൻ കളിക്കാനില്ല, പക്ഷേ അടുത്തിരിക്കുന്നുണ്ട്. വെറുതെ കളി കാണാൻ. ഞാനിവിടെ നിന്ന് ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചാടി ഇങ്ങനെ അടുത്ത ചെക്ക് പോയിന്റ് എത്തിയിട്ട് 7% കംപ്ലീറ്റ് ആക്കി. അങ്ങനെയല്ല, പിന്നിക്കോ അതിൻ്റെ മുകളിൽ കയറുക. അങ്ങടല്ലേ തന്നെ കളിക്കറിയില്ല. പാർക്കൂർ അറിയില്ല. കണ്ട നോക്കണണ്ട മരത്തിന്റെ മുകളിലേക്ക് ചാട്. എന്നിട്ട് ഞങ്ങൾ ചാടും. ഇവന് ഞാൻ കൊറേ പാർക്കൂർ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ഗൈസ് ഇന്നലെ ആയിരുന്നു ഇവൻ പുതിയ സൈക്കിൾ മേടിച്ചു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കിയിരിക്കണം. എൻ്റെ പോലത്തെ അതേ സൈക്കിൾ തന്നെയാണ്. പക്ഷേ ഇവൻ്റെ സൈക്കിൾ ഒരു ട്രെയിന് അർബൻ ടെറൈൻ എന്ന് പറഞ്ഞൊരു സാധനം. അതിൻ്റെ ഗാലക്സി പ്രോ ആണ് ഇവൻ്റെ. എൻ്റെ ഗാലക്സി മാത്രമേ ഉള്ളൂ. എന്താണോ അത് ഇവൻ്റെ ഡിസ്ക് ഉണ്ട്, എൻ്റെ ഡിസ്ക് ഇല്ല. ഇവൻ്റെ സസ്പെൻഷൻ ഉണ്ട്, എൻ്റെ സസ്പെൻഷൻ ഇല്ല. വേറെ കുറവൊന്നുമില്ല. പിന്നെ ഇവൻ്റെ ഓഫ് റോഡാണ്. ഇത് വെച്ചിട്ട് പറപ്പിക്കലുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അയച്ചില്ല. അല്ല ഞാൻ ലൈവ് ഇവട്ടെ സ്റ്റെപ്പ് പിന്നിലിതേ അത് ഇത് ഈ വഴി. ഇവൻ കളിക്കാറിയില്ല കേട്ടാ, ബുദ്ധി മാത്രമേ ഉള്ളൂ. സത്യം ബുദ്ധി കൂടിയതിന്റെ കുഴപ്പ. അങ്ങനെ തന്നെ തിരിച്ച് തെറ്റി വീട് വീട് പോയിക്കാണ്. ഇപ്രാവശ്യം നമ്മൾ അപ്പൂസാണ് കളിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കളിച്ച കാരനാണ്. ഞാനാണ് ഇവന് പകരം കളിക്കുന്നത്. ഇവൻ ഈ ഒരു സ്റ്റേജ് മാത്രം കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റേജ് കയറ്റി തരാന്ന് പറഞ്ഞ് അയ്യോ കയറി ഈ സ്റ്റേജ് കയറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് എത്തിക്കാണ്. ട്രെയിൻ ട്രാക്കിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ട. ട്രെയിൻ ട്രാക്ക് ചാടി ചാടി അങ്ങനെയുണ്ട്. നല്ല രസമുണ്ട്. എല്ലാവരും പറഞ്ഞത് വിശ്വസിക്കും. നിങ്ങളെന്തെങ്കിലും പറഞ്ഞു നോക്കുക, അപ്പോൾ വിശ്വസിക്കും. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നൊരു പൊട്ട്. ഇങ്ങനെയാണ് പോകേണ്ടത് ഗൈസ്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നേരത്തെ ഞാൻ വേറെ വഴിക്കൂടിയാണ് പോയത്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഗൈസ്. അവിടെ വീഴുന്ന് മഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കയറാം. നമ്മൾ പാർക്കോർ പഠിച്ചു വരുന്നു. പാർക്കോർ പഠിച്ചു വന്നത് അങ്ങനെ പോയിക്കുകയാണ്. ഇങ്ങനെയാണ് ചുമപ്പോട്ട, പച്ചയോട്ട്, വീണ്ടും ചുമപ്പോട്ട്, നീരിയോട്ട്. ഇത് നീരിയല്ലേ?
തോന്നുന്നു. ഇങ്ങടാണോ അങ്ങട് ഇത് ചെക്ക് പോയിന്റ് ആണോ? യെസ് ചെക്ക് പോയിന്റ്. നീ ചത്തില്ല ചാവ്. ചത്തില്ല. ഇതെന്താ ചെയ്യ എങ്ങനെയാ? മോളിക്ക് പോ. അതന്നെ. വാവ്. ഇവിടുന്ന് അങ്ങനെയൊന്നുമല്ല. എങ്ങനെയാണ് പിന്നെ? ഇതിങ്ങനെ വന്നിട്ട് ഇത്ര ഉള്ളു. കണ്ണ് കാണില്ല. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഭാഗ്യപ്പന വീണനെ. അങ്ങനെ നമ്മളെ പൂച്ച കളിക്കുകയാണ്. അടുത്ത ചെക്ക് പോയിന്റ് എത്തിച്ച് നമ്മളെ ഇവന് കളിക്കറിയില്ല. അതാ ഈശ്വര. ഞാൻ എൻ്റെ നേരത്തെ കളിച്ച അക്കൗണ്ട് പഴയതാണ്, അല്ല പുതിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അടിയിലെത്തിയത്. എൻ്റെ പഴയ അക്കൗണ്ടിൽ ഞാൻ ഇത് കഴിഞ്ഞു. എൻ്റെ ഞാനിപ്പോൾ ഇപ്പം പറഞ്ഞിട്ട് വന്നതാണ്. ആ അതാണ് അതാണ്. അങ്ങനെ മാത്രം തേടി ഇതല്ലേ വഴി. ഞാനാണ് ഫസ്റ്റ്. ഞാനാണ് ഫസ്റ്റ്. ആരാ പറഞ്ഞ? അല്ലല്ല, 650. പക്ഷെ നീ ഫസ്റ്റ് കാണിക്കണം. അത് നീ കളി നിന്നെ സങ്കടപ്പെടുത്താണ്ടിരിക്കാനേ ഇരിക്കും. എന്നുവെച്ചാ നീ പിള്ളക്കുട്ടില്ലേ? എവിടെയാണ് കുട്ടി? നമ്മളിങ്ങനെ ചാട്, ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ചാട്, ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ പോവുക. അയ്യോടോ, നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇതിൽ കൂടെ ഇങ്ങനെ ചാട്, ഇങ്ങനെ ചാട്. ഇതെല്ലാം ഞാൻ പോയാണ് ഗൈസ്. ഞാൻ 37 കംപ്ലീറ്റ് ആക്കിയതായിരുന്നു, 37%. പക്ഷേ ചെറിയ കാരണത്താൽ അടിയിലെത്തി. ഇത് പോലും ചാടാറിയാത്ത നമ്മളാണ് പാട്ട് പാടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അണ്ണൻ പൊളിയാണ്. അണ്ണൻ്റെ അപ്പം പോയി ഞാൻ കാണിച്ചില്ല. പോയി അണ്ണൻ കാരണം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ചാടണം. അങ്ങനെ ചാടാൻ പറ്റണെങ്കിൽ ഗൈസ് ചാട്. ചാട്. ഈ വെള്ളയമ്മ അങ്ങനെ ചവിട്ടിയിട്ടുണ്ട്. വെള്ള മഞ്ഞ ഇത് ഞങ്ങളാണ് ഗൈസ്. നമ്മളങ്ങനെ വൈറ്റ് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. വൈറ്റ് കംപ്ലീറ്റ് ആക്കിയാൽ നമ്മുടെ ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കും. ഇതിന്റെ പാർട്ട് 2 വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയിരിക്കും. അടിയിലോട്ടൊരു വഴിയുണ്ട് ഗൈസ്. നമ്മളങ്ങനെ വെള്ളം കംപ്ലീറ്റ് ആക്കും. ഇതിലൊരു ഏണിയുണ്ട്. ഏണി നമുക്ക് കയറാം. ഏണി കയറി നമ്മളിങ്ങനെ വിങ്കൽ ചാടി നമ്മളങ്ങനെ ഓറഞ്ചോട്ട് കിടക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 വേണ്ടാന്നുള്ളവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. വേണമെന്നുള്ളവർ സബ്സ്ക്രൈബും കമന്റും ചെയ്യുക. ഷെയർ വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.